ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കപ്പെടുകയും കപ്പൽ ഗതാഗതത്തിന് അനുമതി ലഭിക്കുകയും ചെയ്താലും ലോക വ്യാപാര മേഖലയെ പൂർണ്ണമായും സാധാരണ നിലയിലാക്കാൻ കുറച്ചു സമയം വേണ്ടിവരും. കടലിടുക്കിലൂടെ സുരക്ഷിതമായി കപ്പലുകൾ സഞ്ചരിക്കാൻ ആദ്യം അവിടെയുള്ള അപകട സാധ്യതകൾ മുഴുവനായും ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഇറാൻ സ്ഥാപിച്ചിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്യുന്ന കടൽ മൈനുകൾ കണ്ടെത്തി നീക്കം ചെയ്യേണ്ടത് നിർണായകമാണ്. ഇതിന് ദിവസങ്ങളോ ചിലപ്പോൾ ആഴ്ചകളോ എടുത്തേക്കാം. അതിനുശേഷം മാത്രമേ ചരക്ക് കപ്പലുകളും യാത്രാ കപ്പലുകളും പഴയ രീതിയിൽ സർവീസ് നടത്താൻ കഴിയൂ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. പശ്ചിമേഷ്യയിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എണ്ണയും മറ്റു ചരക്കുകളും എത്തുന്നത് പ്രധാനമായും ഈ വഴിയിലൂടെയാണ്. ആയതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ തടസ്സം പോലും ആഗോള വ്യാപാരത്തെ നേരിട്ട് ബാധിക്കും. അടുത്തിടെ ഉണ്ടായ സംഘർഷാവസ്ഥ കാരണം കപ്പൽ ഗതാഗതം വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടിരുന്നു. എന്നാൽ കടലിടുക്ക് തുറക്കപ്പെടുന്നത് ലോക വ്യാപാര മേഖലയ്ക്ക് വലിയ ആശ്വാസമാകും. സംഘർഷകാലത്ത് കപ്പൽ കമ്പനികൾ അധിക സുരക്ഷാ ചെലവുകൾ നേരിടേണ്ടി വന്നു. യുദ്ധസാധ്യതയും ആക്രമണ ഭീഷണിയും കണക്കിലെടുത്ത പല കമ്പനികളും വാർ റിലേറ്റഡ് റിസ്ക് സർചാർജ് എന്ന പേരിൽ അധിക നിരക്ക് ഈടാക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന് ദുബായ് തുറമുഖത്തേക്ക് അയക്കുന്ന ഒരു 20 അടി കണ്ടെയ്നറിന് ഏകദേശം $2000 വരെ അധിക ചെലവ് വന്നിരുന്നു. ഇത് കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിച്ചു. ഇപ്പോൾ സ്ഥിതി ശാന്തമാകുകയും ഹോർമൂസ് വഴി വീണ്ടും സാധാരണ ഗതാഗതം തുടങ്ങുകയും ചെയ്താൽ ഈ അധിക നിരക്കുകൾ ക്രമേണ കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിന് ഉടൻ ഫലം കാണണമെന്നില്ല. കപ്പൽ കമ്പനികൾ അവരുടെ സർവീസ് പൂർണ്ണമായി പുനഃസ്ഥാപിക്കുകയും സുരക്ഷാ വിലയിരുത്തലുകൾ പൂർത്തീകരിക്കുകയും വേണം. ആയതിനാൽ നിരക്കുകൾ സാധാരണ നിലയിലേക്ക് എത്താൻ കുറഞ്ഞത് 2-3 ആഴ്ചകൾ എടുക്കുമെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇന്ത്യൻ കയറ്റുമതി മേഖലയിലും ശക്തമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി കയറ്റുമതിക്കാർക്ക് അവരുടെ ചരക്കുകൾ സമയത്ത് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. പല തുറമുഖങ്ങളും ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. ഇതുമൂലം വ്യാപാരങ്ങൾക്ക് അധിക ചെലവുകൾ വഹിക്കേണ്ടി വന്നു. തുറമുഖങ്ങൾ നിശ്ചിത സമയത്തേക്കാൾ കൂടുതൽ ദിവസം കണ്ടെയ്നറുകൾ കിടക്കുമ്പോൾ ഡിറ്റേഷൻ എന്നും ഡെയ്മർജ് എന്നും അറിയപ്പെടുന്ന അധിക നിരക്കുകൾ ഈടാക്കാറുണ്ട്. സംഘർഷം കാരണം ചരക്കുകൾ നീങ്ങാതെ വന്നതോടെ പല കമ്പനികൾക്കും ഈ ഇനത്തിൽ വലിയ തുക ചെലവഴിക്കേണ്ടി വന്നു. ഇപ്പോൾ കടൽപ്പാതകൾ വീണ്ടും തുറക്കപ്പെടുകയും ചരക്ക് നീക്കം സാധാരണ നിലയിലാകുകയും ചെയ്താൽ ഈ അധിക ചെലവുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാര മേഖല. ഇൻഷുറൻസ് മേഖലയിലും ഇതേ അവസ്ഥയായിരുന്നു. യുദ്ധഭീഷണി വർദ്ധിച്ചതോടെ കപ്പലുകൾക്കും ചരക്കുകൾക്കും ഉയർന്ന ഇൻഷുറൻസ് പ്രീമിയം നൽകേണ്ടി വന്നു. അപകട സാധ്യത കൂടുതലാണെന്ന് കണക്കാക്കി ഇൻഷുറൻസ് കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ സ്ഥിതി മെച്ചപ്പെടുകയും സുരക്ഷാ ഭീഷണികൾ കുറയ്ക്കുകയും ചെയ്താൽ ഈ നിരക്കുകളും കുറയാൻ സാധ്യതയുണ്ട്. അതും വ്യാപാരികൾക്ക് വലിയ ആശ്വാസമാകും. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി വിതരണ ശൃംഖലയെയും കാര്യമായി ബാധിച്ചു. ഒരു സ്ഥലത്ത് നിന്നുള്ള ചരക്ക് മറ്റൊരു സ്ഥലത്ത് സമയത്തെത്താത്തത് പല മേഖലകളിലും ഉൽപാദനവും വിതരണവും വൈകാൻ കാരണമായി. ലോക വ്യാപാര വ്യവസ്ഥ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനാൽ ഒരു പ്രധാന കടൽപാത തടസ്സപ്പെടുമ്പോൾ അതിന്റെ പ്രതിഫലനം പല രാജ്യങ്ങൾക്കും വ്യാപിക്കും. കേരളത്തിലെ കൊച്ചി തുറമുഖത്തിനും ഈ പ്രതിസന്ധിയുടെ ആഘാതം നേരിടേണ്ടി വന്നു. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് നടത്തിയിരുന്ന 2 കപ്പൽ സർവീസുകൾ തടസ്സപ്പെട്ടിരുന്നു. ഹോർമൂസ് വഴി വീണ്ടും സുരക്ഷിത ഗതാഗതം ആരംഭിച്ചാൽ ഈ സർവീസുകൾ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്കാർക്കും വ്യാപാരികൾക്കും ഗുണകരമാകും. സംഘർഷകാലത്ത് പല കപ്പലുകളും സുരക്ഷാ കാരണങ്ങളാൽ അവരുടെ പതിവ് മാർഗങ്ങൾ ഒഴിവാക്കി മറ്റു വഴികളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഇതുമൂലം യാത്രാ സമയം വർദ്ധിക്കുകയും ചെലവ് കൂടുകയും ചെയ്യും. ചില കപ്പലുകൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ ദിവസങ്ങളോളം കൂടുതൽ സമയമെടുത്തു. ഈ സാഹചര്യം ചരക്കുകളുടെ സമയബന്ധിത വിതരണത്തെ ബാധിച്ചു. ഇന്ത്യയിലെ പ്രധാന പടിഞ്ഞാറൻ തുറമുഖങ്ങളായ മുംബൈയിലെ JNPTയിലും ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തും ഈ പ്രശ്നം മൂലം വലിയ തിരക്ക് നേരിട്ടിരുന്നു. പല കപ്പലുകളും വഴിതിരിച്ചു വിടുന്നതോടെ ചരക്കുകൾ കെട്ടിക്കിടക്കുകയും പ്രവർത്തനങ്ങൾ വൈകല്യം ഉണ്ടാകുകയും ചെയ്തു. ഹോർമൂസ് വഴി ഗതാഗതം സാധാരണ നിലയിലാകുമ്പോൾ ഈ തുറമുഖങ്ങളിലെ ട്രാഫിക് സമ്മർദ്ദവും ക്രമേണ കുറയും. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് ലോക വ്യാപാരത്തിനും കയറ്റുമതി മേഖലയ്ക്കും വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും ഒരു ദിവസം കൊണ്ട് അവസാനിക്കില്ല. കടൽ മൈനുകൾ നീക്കം ചെയ്യുക, കപ്പൽ സർവീസുകൾ പുനഃസ്ഥാപിക്കുക, തുറമുഖങ്ങളിലെ കുരുക്ക് അഴിക്കുക, ഇൻഷുറൻസ് നിരക്കുകൾ കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായാണ് നടക്കുക. ഇതിന് ഏതാനും ആഴ്ചകൾ വേണ്ടിവരുമെങ്കിലും സ്ഥിതി സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷ വ്യാപാര ലോകത്തിന് വലിയ ആശ്വാസമായി നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.